നല്ല ഉഗ്രം മഴ കിട്ടിട്ടോ. തെങ്ങുകളൊക്കെ തലപോയിക്കുന്നുണ്ടോ, നല്ല രീതിയിൽ ഇടിമിന്നലും കിട്ടാറുണ്ട്. ഹലോ ഫ്രണ്ട്സ്, ട്രാവൽസ് ചെയ്യാൻ ഫുഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഫ്രണ്ട്സ്, ഇന്നിപ്പോൾ വന്നിരിക്കണേ ഒരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ്. കണ്ടോ, ഇപ്പോൾ ആസ്റ്റർ മെഡിസിറ്റിയുടെ പുറകിലായിട്ട് ഞാൻ നിൽക്കുന്നത്. ഒരു വെറൈറ്റി ചായ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഇന്നിപ്പോൾ ഓപ്പൺ എയറിൽ ചെയ്യാമെന്ന് വിചാരിച്ചാണ് ഇറങ്ങിയത്. സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ നോക്കിയപ്പോഴത്തേക്കും നല്ല മഴക്കാരുണ്ട്. ചെയ്ത് പകുതിയാകുമ്പോഴത്തേക്കും പണി കിട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് കാരണം നമ്മുടെ തന്നെ ഒരു ചെറിയൊരു ഷെഡുണ്ട് ഇവിടെ. ഇത് എൻ്റെ കസിൻ ചെയ്തേക്കണേണ്. മീൻ വളർത്തണ കുളം ഉണ്ടാക്കാൻ വേണ്ടിയുള്ളൊരു ഇതിൽ ചെയ്താണ്. അപ്പോൾ ഇത് സെറ്റ് ചെയ്ത് ഫുള്ളാകുമ്പോഴത്തേക്കും ഇതിൻ്റെ ഒരു വീഡിയോ ഇടണ്ട. എന്തായാലും നമ്മുടെ സ്ഥലം ഉണ്ടോ, ഇത് വെല്ലിംചെറി വീടാണ്. നമ്മുടെ കസിൻസ് എല്ലാവരും ഇവിടെ തന്നെ താമസിക്കുന്നുണ്ട്. അപ്പോൾ ഉണ്ടോ, ആസ്റ്റർ ഏഷ്യയിലെ നമ്പർ 1 ഹോസ്പിറ്റലാണെന്നാണ് കേട്ടേക്കണം. വന്നേക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ കളിസ്ഥലം ഇടുന്ന ഇവിടെയൊക്കെ അതൊക്കെ നികത്തി, പാടമൊക്കെ നികത്തിയാണ് ഇപ്പോൾ വന്നേക്കുന്നത്. അത് കാരണം പിള്ളേർക്ക് കളിക്കാനും ഒന്നുമില്ലാതായി. പ്രകൃതി ഭംഗി ആവോളം അനുഗ്രഹിച്ച് വന്നേക്കണ ഒരു സ്ഥലമാണ്. പക്ഷെ മൊത്തം പോയി. ഇതുണ്ടോ, തെങ്ങുകളൊക്കെ തല പോയിക്കുന്നുണ്ടോ, നല്ല രീതിയിൽ ഇടിമിന്നലും കിട്ടാറുണ്ട്. ഇവിടെ വെച്ച് ചെയ്യാമെന്നാണ് വിചാരിച്ചത്. അപ്പം മഴക്കാർ വന്നേക്കണോണ്ട് രക്ഷയില്ല, റിസ്ക് എടുക്കണ്ടല്ലാന്ന് വിചാരിച്ച്. എപ്പോഴാണെങ്കിലും ചെയ്യാം. മഴ പൊടിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. അതേ ഇവിടെ നിന്നാണ്ടാ ചെയ്യണത്, ഇതിൻ്റെ അകത്തു നിന്നാണ് വീഡിയോ ചെയ്യണത്. പുറമേ നല്ല കണ്ടോ, നല്ല അടിപൊളി പ്ലേസാണിത്. ഇവിടുന്ന് ചെയ്യാമെന്ന് വിചാരിച്ചപ്പോഴത്തേക്കാണ് മഴക്കാർ, മഴ പണിയൊന്നും. അപ്പോൾ എന്തായാലും നമ്മുടെ സ്റ്റൗവൊക്കെ ഉണ്ട്. പുതിയ സ്റ്റൗവിൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ, ആ സ്റ്റവ് വെച്ച് തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചാൽ. ചെറിയൊരു വീഡിയോ അല്ലേ, അതുകൊണ്ട് കുഴപ്പമില്ല. അപ്പോൾ ആദ്യം തന്നെ ചെമ്പരത്തി പൂ കണ്ടോ, ഒന്ന് കഴുകിയെടുക്കട്ടെ. എന്നിട്ട് ഈ പൂ മൊത്തോട്ട് ഇടൂല, നമ്മൾ ഇതിൻ്റെ പെറ്റൽസ് മാത്രം, അതായത് ഇതള് മാത്രം എടുത്തിട്ടാണ് ഇടണം കേട്ടോ. മര്യാദക്കൊന്ന് കഴുകിയെടുത്തിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ്. നല്ല ഉഗ്രം മഴ കിട്ടിയിട്ടോ. സൗണ്ടൊക്കെ എത്രത്തോളം ക്ലിയർ ആവുമെന്ന് എനിക്കറിയില്ല. അകത്തോട്ട് എന്തായാലും ചെയ്യാൻ വേണ്ടി അകത്തോട്ട് പ്ലാൻ ചെയ്താൽ നന്നായി. അപ്പോൾ ചെമ്പരത്തി ചായ ഉണ്ടാക്കാനുള്ള മുഴുവൻ സാധനങ്ങൾ സെറ്റ് ചെയ്യാറുണ്ട് കേട്ടോ. അതുകൊണ്ട് നമ്മുടെ സ്റ്റൗ, പിന്നെ പാത്രവും എല്ലാം കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. എന്താ പുറത്ത് നല്ല മഴയാണ്. എന്താ അകത്ത് ഇട്ടായതുകൊണ്ട് ലൈറ്റ് വെച്ചിട്ടാണ് ചെയ്യണേ. നമ്മളിപ്പോൾ സ്റ്റൗ എത്തിക്കാൻ വേണ്ടി ഉണ്ടോ, നമ്മുടെ സ്റ്റൗവാണ് കേട്ടോ. സാധനം സ്റ്റൗ വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ വെള്ളം തിളപ്പിക്കാൻ വേണ്ടി അതിൽ ബാക്കി കാര്യങ്ങൾ നമുക്ക് ചെയ്യാം. വെള്ളം അധികം വെള്ളം എടുക്കണ്ടല്ലോ, കുറച്ച് വെക്കാം, അതാണ് നല്ലത്. സ്റ്റവ് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ വെള്ളം തിളക്കാൻ നോക്കാം. ഓക്കെ, വെള്ളം നോക്കട്ടെ അല്ലേ. വെള്ളം ചെറിയ രീതിയിൽ തിളച്ച് വന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ കുറച്ചും കൂടി തിളച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് അതിലേക്ക് ആഡ് ചെയ്യും. ഇപ്പോൾ നമ്മുടെ ഈ ഗ്യാസ് ചിലപ്പോൾ തീരാൻ ചാൻസ് ഉണ്ട്. എന്ന് വെച്ചാൽ കുറേ നേരം യൂസ് ചെയ്ത ഒരു സാധനമാണ് ഇപ്പോൾ വെച്ചേക്കുന്നത്. കുഴപ്പമില്ല, നമ്മുടെ കയ്യിൽ അടുത്തുണ്ട്. ഇതാണ് അന്ന് സ്റ്റൗവിൻ്റെ ഒപ്പം തന്നെ മേടിച്ചത്. വെള്ളം തിളച്ചിട്ടുണ്ട് കേട്ടോ, നല്ല രീതിയിൽ തിളച്ചിട്ടുണ്ട്. ഗ്യാസ് തീരുമെന്ന് പേടിയുണ്ടായി, കുഴപ്പമില്ല, ഇതുവരെ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇനിയിപ്പോൾ ചെമ്പരത്തി പൂവിൻ്റെ ഇതള അതിൻ്റെ അകത്തോട്ട് ഇടണേ. നമ്മൾ കഴുകി നേരത്തെ വെച്ചിട്ടുണ്ടായിരുന്നു. കുറച്ചധികം ഇടാം, ഉണ്ടാവുമെന്നറിയാലോ. ഞാനിത് ഫസ്റ്റ് ടൈമാണ് ചെയ്ത് നോക്കണത്. ഇത് ശരീരത്തിനൊക്കെ നല്ലൊരു ഇതാണ് കേട്ടോ. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെയിറ്റ് ലോസിനൊക്കെ നല്ലതാണെന്നാണ് പറയണത്. പിന്നെ ക്യാൻസർ കോശങ്ങളെയൊക്കെ തകർക്കുമെന്നൊക്കെ പറയണത്. നമ്മൾക്ക് കേട്ടറിവേ ഉള്ളൂ, നമ്മളെന്തായാലും ഒന്ന് ചെയ്ത് നോക്കി ഉള്ളൂ. ഇപ്പോൾ ചെമ്പരത്തിയില ഇട്ട് ഇനിയിപ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിലേ ഞാൻ കുറച്ച് ഇഞ്ചി ചതച്ച് വെച്ചിട്ടുണ്ട്, ചെറിയ ചെറിയ പീസ് ഉണ്ടോ, ഇഞ്ചി അതും കുറച്ച് ആഡ് ചെയ്യാം ഇപ്പോൾ ടേസ്റ്റിന് വേണ്ടി. പിന്നെ ഏലക്കയും പൊട്ടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, കൊണ്ടുകളഞ്ഞിട്ട്. ഇപ്പോൾ ഏലക്കയും ഇട്ടേക്കാം, ജസ്റ്റ് ഒരു ഫ്ലേവറാണല്ലോ, ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു. ചെമ്പരത്തിപ്പൂവിൻ്റെ കളറൊക്കെ ചെറിയ ചേഞ്ച് വന്ന് തുടങ്ങിയിട്ടുണ്ട്. സംഭവം തിളച്ചു തന്നെയാണ്. അപ്പോൾ അധികം നേരം വിട്ട് തിളപ്പിക്കാനല്ല, ഇപ്പം തന്നെ നമ്മളെടുക്കും. ചായ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അരിച്ചൊഴിക്കണേ, അതിൻ്റെ അതോട് ഗ്ലാസ്സിലേക്ക് ഒഴിക്കണേ.
ഇതാണ് ഇതിൻ്റെ കളറ്. ഇനി കുറച്ച് പഞ്ചസാരയും കൂടി ഇട്ടിട്ട് നമുക്കൊന്ന് കുടിച്ചു നോക്കാം. ചെമ്പരത്തി ചായ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഇതേ പഞ്ചസാരയൊക്കെ ഇട്ടെടുത്തേക്കണേണ്. എന്തായാലും ഒന്ന് കുടിച്ചു നോക്കട്ടെ കേട്ടോ. ഇത് ബാക്കി കുടിച്ചിട്ട് പറയാം. കൊള്ളാട്ടോ, ഒരു പ്രത്യേക ഫ്ലേവറാണ് ചെമ്പരത്തിയുടെ. ഞാൻ ഫസ്റ്റ് ടൈമാണ് കുടിച്ച് നോക്കണം, അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ. എന്തായാലും കൊള്ളാം. ഇപ്പോൾ ഏലക്കായ ഇട്ടിട്ടുണ്ടായിരുന്നു, ഇഞ്ചി ഇട്ടിട്ടുണ്ടായിരുന്നു, അതിൻ്റെ കൂടി ഫ്ലേവർ മിക്സ് ആയി വന്നപ്പോൾ കൊള്ളാം. അടിപൊളി ടേസ്റ്റ്. എന്തായാലും അടിപൊളി. ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യണേ. നമ്മുടെ ചായ പരിപാടിയൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണം. പിന്നെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പിന്നെ എന്തെങ്കിലും നിർദ്ദേശങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻ്റായിട്ട് എഴുതാനും മറക്കണ്ട. അപ്പോൾ ഓക്കെ, അടുത്തൊരു വീഡിയോയുമായി വീണ്ടും വരുന്നവരെ ബൈ.